റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരാരും മൈൻഡ് ചെയ്യാതിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. യാതൊരു സ്ഥാനവും ഇല്ലാത്ത മനുഷ്യനുണ്ടായിരുന്നു. അതാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. ബിലാൽ ഇബ്നു റബാഹ അവിടുന്ന് കറുത്ത വർഗ്ഗക്കാരനാണ്. മാത്രമല്ല അവിടുന്ന് അടിമയുമാണ്. കറുത്ത വർഗ്ഗക്കാരന് തന്നെ യാതൊരു സ്ഥാനവും കൊടുക്കാത്ത കാലഘട്ടമാണ്. ആ സമയത്ത് കറുത്ത വർഗ്ഗക്കാരനും അടിമയുമായിരുന്ന ബിലാൽ ഇബ്നു റബാഹ ഒരാളും ബിലാൽ തങ്ങളെ മൈൻഡ് ചെയ്യാറില്ല. ആരും ബിലാൽ തങ്ങളെ പരിഗണിക്കാറുമില്ല. ഒരാളും ഒരു സ്ഥാനവും കൊടുക്കാറുമില്ല. പക്ഷേ അല്ലാഹു ആ ബിലാൽ തങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചമങ്ങ് കൊടുക്കുകയാണ്. അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചമങ്ങ് കൊടുത്തപ്പോൾ, ഈമാനികമായ പ്രകാശമങ്ങ് കൊടുത്തപ്പോൾ അല്ലാഹു ആ ബിലാൽ തങ്ങളെ ഉയർത്തിയത് എങ്ങനെയാണെന്നറിയുമോ? ലോകത്ത് ഒരാൾക്കും ലഭിക്കാത്ത വലിയ സ്ഥാനമല്ലേ ബിലാൽ തങ്ങൾക്ക് ലഭിച്ചത്? മുഅദ്ദിനു റസൂലില്ലാഹ്, ലോകത്തിന്റെ നേതാവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഅദ്ദിൻ എന്ന് പറയുന്ന ആ ഒരു വലിയ പദവിയിലേക്ക് ബിലാൽ തങ്ങളെ അങ്ങ് ഉയർത്തപ്പെട്ടു പോയി. എന്തേ കാരണമെന്നറിയുമോ? അൽ ഈമാനു ബില്ലാഹ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്താകുമ്പോൾ അസ്റായിലിനെ സ്വീകരിക്കുന്ന ഒരു രംഗമുണ്ട്. സുബ്ഹാനല്ലാഹ്. കറുത്ത വർഗ്ഗക്കാരനായ അടിമയുമായിരുന്ന, ഒരാള് പോലും മൈൻഡ് ചെയ്യാതിരുന്ന, ഒരാള് പോലും പരിഗണിക്കാതിരുന്ന ആ ബിലാൽ തങ്ങള് രോഗശയ്യയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ആ ബിലാൽ തങ്ങളുടെ ഭാര്യ അങ്ങ് വരികയാണ്. ഭാര്യ വന്നിട്ട് തങ്ങളുടെ തലഭാഗത്തങ്ങിരിക്കുകയാണ്. ഭർത്താവ് മരണാസന്നനായി കിടക്കുന്നത് കണ്ടപ്പോൾ രണ്ട് കൈകളും തലയിൽ വെച്ചുകൊണ്ട് ആ ബിലാൽ തങ്ങളുടെ ഭാര്യ അങ്ങ് കരയുകയാ.